ഹലോ നമസ്കാരം, എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് ടാലിയിൽ നോക്കാൻ പോകുന്നത് സെയിൽസ് ടാക്സ് എന്നുള്ള ഒരു ഓപ്ഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സെയിൽസ് ടാക്സ് പ്ലസ് ഡിസ്കൗണ്ട്, പിന്നെ ആസ് യൂഷ്വലായിട്ട് നമ്മൾ ചെയ്തു വരാറുള്ള പർച്ചേസ്, സെയിൽസ്, പേയ്മെൻറ്റ്, റെസിപ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കായ നമ്മളെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരെയും എൻ്റെ ഈ വീഡിയോയിലേക്ക് ഞാൻ നൗഫൽ KM ഗൂഡല്ലൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായി നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ഇൻ എഡ്യൂക്കേഷൻ മോഡ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അറിയാലോ എല്ലാവർക്കും. നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക. സെയിൽസ് ടാക്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സേവ് ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാമെന്നില്ലെങ്കിൽ കൺട്രോൾ A കൊടുത്ത് പെട്ടെന്ന് സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ഓപ്പണിംഗ് ബാലൻസ് വരുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാനിതാ ഇപ്പോൾ വിടാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരമാണ് നമ്മൾ ഇന്നത്തെ സമ്മ് ചെയ്യുന്നത്. സെയിൽസ് ടാക്സ് ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ്. അപ്പോൾ നമുക്കിതിൽ കഴിഞ്ഞ സമ്മിലൊക്കെ നമ്മൾ ചെയ്തതുപോലെ ഓപ്പണിംഗ് ബാലൻസ് ഇതിൽ നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ടിങ് ഇൻഫോയിൽ ലെഡ്ജർ നമ്മൾ ചൂസ് ചെയ്യുക. അതിനുശേഷം സിംഗിൾ ലെഡ്ജർ ക്രിയേറ്റ്. ഇവിടെ നമ്മൾ ഓരോരോ ലെഡ്ജറായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 പാർട്ട്നേഴ്സ് ഉണ്ട്. അവർ 2 പേരെ നെയിമും നമ്മളവിടെ കൊടുക്കുക. സൂരജ് ക്യാപിറ്റൽ. അണ്ടർ നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ് വരിക. ഇനി അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 1 lakh. നെക്സ്റ്റ് വന്നിട്ട് ഷാഹുൽസ് ക്യാപിറ്റൽ. അതും ഇതുപോലെ തന്നെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ്. നമുക്ക് 1 lakh തന്നെയാണ് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് 1 lakh തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് 1 lakh നമ്മളവിടെ കൊടുക്കുക. അപ്പോൾ ക്രെഡിറ്റിൽ ആഡ് ആവുന്നത് ശ്രദ്ധിക്കണം. നിങ്ങൾ കൊടുക്കുന്നത് ക്രെഡിറ്റ് തന്നെയാണോ ആഡ് ആവുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റും ഔട്ട്സ്റ്റാൻഡിങ് സാലറിയും ഉണ്ട്. OS റെൻറ്റ്, OS സാലറി എന്നായിരിക്കും ഉണ്ടാവുക. അത് ഷോർട്ടായിട്ട് എഴുതുന്നതാണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് നമ്മൾ കൊടുക്കാനുള്ള വാടക, നമുക്കത് കറണ്ട് ലിയാബിലിറ്റീസിലാണ് വരിക. കറണ്ട് ലിയാബിലിറ്റീസ് കൊടുക്കുക. ഇവിടെ നമ്മൾ അതിൻ്റെ എമൗണ്ട് കൊടുക്കുക. 1000 റുപ്പീസാണ് നമ്മൾ കൊടുക്കാനുള്ളത്, കഴിഞ്ഞ വർഷത്തത്. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ട് ഒരു 4000 കൊടുക്കാൻ. അപ്പോൾ അതും അതേപോലെ തന്നെ OS സാലറിന്ന് കൊടുക്കുക. കറണ്ട് ലിയാബിലിറ്റി തന്നെയാണ് അണ്ടർ വരുന്നത്, ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. ഇവിടെ നമ്മൾ അതിൻ്റെ എമൗണ്ട് കൊടുക്കുക 4000, എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ലോൺ ഫ്രം കനറ ബാങ്ക് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ കൊടുക്കുക, ലോൺ ഫ്രം കനറ. അത് നമുക്ക് ലോൺ ആൻഡ് ലിയാബിലിറ്റി എന്ന് പറഞ്ഞ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ലോൺ എടുത്ത എമൗണ്ട് നമ്മൾ 20,000 ആണ്. ആ 20,000 നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് വന്ന് നമുക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വരുന്നുണ്ട്. ബാങ്ക് ഓടി എന്ന് പറയാറില്ലേ നമ്മൾ, ബാങ്കിൽ നിന്ന് ഓടി എടുക്കുന്നത്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അത് നമുക്ക് ബാങ്ക് ഓടി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അണ്ടർ ഉണ്ട്. അതിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. ഒരു 4000 ആണ്. നെക്സ്റ്റ് നമുക്ക് 3 വെൻഡേഴ്സ് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക ക്വസ്റ്റ്യനിൽ. വെൻഡേഴ്സ് എന്ന് വെച്ചാൽ സെൻട്രൽ ക്രെഡിറ്റേഴ്സിനെയാണ് നമ്മൾ വെൻഡേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതുപോലുള്ള ടാലി പോലുള്ള ഗൾഫ് സോഫ്റ്റ്വെയർ, അതുപോലെ ഫോറിൻ സോഫ്റ്റ്വെയർസിലൊക്കെ നമുക്ക് അധികം വെൻഡേഴ്സ് കസ്റ്റമേഴ്സ് എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് ഉണ്ടാവില്ല. അതിന് പകരം വെൻഡേഴ്സ് കസ്റ്റമേഴ്സ് എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വെൻഡേഴ്സ് എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആവേണ്ട, സെൻട്രൽ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ നമുക്കിവിടെ 3 ക്രെഡിറ്റേഴ്സാണ് ഉള്ളത്. കൃപ ട്രേഡേഴ്സ്, വിശ്വ ഏജൻസീസ്, അശ്വതി ആൻകോ. അപ്പോൾ അത് 3 നമ്മളിതുപോലെ ചെയ്യാം. അവർ നമുക്ക് സൺഡ്രി ക്രെഡിറ്റേഴ്സിലാണ് വരിക. സൺഡ്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കുക.
ടോട്ടൽ എമൗണ്ട് 12,000. അപ്പോൾ ഇവിടെ നമ്മൾ ആസ് യൂഷ്വലായി കൊടുത്തു വരാറുള്ള ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. അടുത്തത് നമ്മൾ വിശ്വ ഏജൻസീസ് ആണ്. അപ്പോൾ അതും അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുക. വിശ്വ ഏജൻസീസ് വിശ്വ എന്ന് കൊടുക്കുന്നുള്ളൂ. സൺഡ്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കുക. ഇവിടെയും ഓപ്പണിംഗ് ബാലൻസ് അതുപോലെ തന്നെ കൊടുക്കുക. 20,000 ആണ്. എൻ്റർ ചെയ്യുക. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ്. നെക്സ്റ്റ് നമുക്ക് അശ്വതി ആൻഡ് കോ. അപ്പോൾ അശ്വതി അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. സൺഡ്രി ക്രെഡിറ്റേഴ്സ് തന്നെയാണ് വരുന്നത്. അശ്വതി ആൻഡ് കോ 10,000 ആണ് വരുന്നത്. ആ 10,000 അവിടെ ടൈപ്പ് ചെയ്യുക. അതിനും നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ടൈപ്പ് ചെയ്യാം. സേവ് ചെയ്യുക. അപ്പോൾ 2,71,000 കറക്റ്റാണ് നമുക്ക് ലയബിലിറ്റി സൈഡ് വന്നിട്ടുള്ളത്. ഇനി അസറ്റ് സൈഡാണ് കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ ക്യാഷ് കൊടുക്കണം. ക്യാഷിന് കൊടുക്കേണ്ടത് നമുക്കറിയാം. പേജപ്പ് കൊടുത്തിട്ട് നമ്മൾ ക്യാഷിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അമൗണ്ട് അവിടെ കൊടുക്കുക. അപ്പോൾ ക്യാഷ് വന്നു. ക്യാഷിന് എൻ്റർ ചെയ്തിട്ട് ഇവിടെ ക്യാഷിൻ്റെ എമൗണ്ട് 36,400. അടുത്ത നെക്സ്റ്റ് വരുന്നത് HDFC ബാങ്ക്. HDFC ബാങ്ക് നമുക്കറിയാം ബാങ്ക് അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് 20,000. അടുത്ത കനറ ബാങ്ക്. കനറ ബാങ്കും ഓടി ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം. കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. ബാങ്ക് ഓടി എന്ന് തന്നെ മെൻഷൻ ചെയ്യണം. പല സ്റ്റുഡൻസിന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, അവർ രണ്ടിനും കൂടെ കനറ ബാങ്ക് എന്ന് കൊടുക്കും. അപ്പോൾ മിസ്റ്റേക്ക് ആയി പോകും. അപ്പോൾ ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ ആവും. അപ്പോൾ കനറ ബാങ്ക് ആയിട്ട് തന്നെ ചെയ്യുക. ബാങ്ക് ഓടി ആയിട്ടും ലോൺ ആയിട്ട് തന്നെ ചെയ്യണം. ലോണായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. കനറ ബാങ്കിൽ നമുക്കൊരു 20,000 അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്. ലാൻഡ്, മിഷനറി, ബിൽഡിംഗ് ഒക്കെ. അപ്പോൾ നമ്മൾ അതും ഇതേപോലെ തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കരുതും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസ് മാത്രം പറഞ്ഞു തന്നാൽ പോരെ എന്ന് ഒരു ഡൗട്ട് വരും. ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ നിങ്ങൾക്കിത് നന്നായി ക്ലിയർ ആവുള്ളൂ. ഓക്കെ. അപ്പോൾ അത് തന്നെ ഇപ്പോൾ നമ്മൾ വർക്കിന് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇന്ന് ചെയ്ത കാര്യങ്ങൾ തന്നെ ആയിരിക്കും നാളെ ഉണ്ടാവുക, മറ്റന്നാളും ഉണ്ടാവുക. എപ്പോഴെങ്കിലുമൊക്കെ ഒരു പുതിയ എൻട്രീസ് ഇങ്ങനെ കടന്നു വരും. അക്കൗണ്ട്സ് ഫീൽഡിൽ അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നതും. പർച്ചേസും സെയിൽസും പേയ്മെൻറ്റും റെസിപ്റ്റും ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതിൽ നമ്മൾ ഓരോ സംഭവം പഠിക്കുമ്പോഴും ഓരോ ടോപ്പിക് എക്സ്ട്രാ നമുക്ക് പഠിക്കാനുണ്ടാവും. ഓക്കെ. അതാണ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലാൻഡ് നമുക്ക് ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് നമുക്ക് ലാൻഡിൻ്റെ വാല്യൂ 10,000 ആണ് വരുന്നത്. അപ്പോൾ 10,000 നമ്മളവിടെ ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് മെഷീനറി ആണ് വരുന്നത്. മെഷീനറിയും ഫിക്സഡ് അസറ്റിൽ തന്നെയാണ് വരുന്നത്. മെഷീനറി ഇതേപോലെ 30,000. പിന്നെ ബിൽഡിംഗ് ഇതുപോലെ തന്നെ ഫിക്സഡ് അസറ്റിലാണ് വരുന്നത്. 30,000. നെക്സ്റ്റ് നമുക്ക് പ്രീപെയ്ഡ് ഇൻഷുറൻസ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ മുൻകൂട്ടി നമ്മൾ അടച്ച ഇൻഷുറൻസ്, പ്രീപെയ്ഡ് ആയിട്ട് ചെയ്ത ഇൻഷുറൻസ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു കറണ്ട് അസറ്റാണ്, മുൻകൂട്ടി അടച്ചത്. നമ്മൾ അഡ്വാൻസ് പോലെ തന്നെയാണ് ഈ പ്രീപെയ്ഡ് ഇൻഷുറൻസും പ്രീപെയ്ഡും. അപ്പോൾ അത് നമുക്ക് കറണ്ട് അസറ്റിലാണ് കൊടുക്കേണ്ടത്. അത് നമുക്ക് 4,240 ആണ് വരുന്നത്. 4,240. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് അക്രൂഡ് റെൻറ്റ്. നമുക്ക് കിട്ടാനുള്ള വാടക, നമ്മളിപ്പോൾ ഒരു റൂം ബിൽഡിങ് നമ്മൾ ഇതുപോലെ വാടക കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു അസറ്റ് തന്നെയാണ്. അതും നമുക്ക് കൊടുക്കേണ്ടത് കറണ്ട് അസറ്റിലാണ്. 1,760 ആണ് അതിൻ്റെ
ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ഇത്രയും കൊടുക്കുക, എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഇനി നമുക്ക് 3 കസ്റ്റമേഴ്സ്, അതായത് 3 സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ട്, മനോജ്, മോഹൻ, മുബാറക്. അവരെ ഓരോരുത്തരായിട്ട് ഇനി ചെയ്യാം. ആദ്യം മനോജ്, സൺട്രി ഡെപ്റ്റേഴ്സ്, എൻ്റർ ചെയ്യുക. മനോജിൻ്റെ അമൗണ്ട് അവിടെ കൊടുക്കുക 25,000, അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, സേവ് ചെയ്യുക. നെക്സ്റ്റ് മോഹൻ ഇതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് കൊടുക്കുക. അപ്പോൾ മോഹൻസ് ക്യാപിറ്റൽ ഇതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഓപ്പണിംഗ് ബാലൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മോഹൻസ് ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് വരുന്നത്, മോഹൻ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് വരുന്നത് 30,000 ആണ്. അപ്പോൾ ആ 30,000 നമ്മൾ ടൈപ്പ് ചെയ്യുക, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കൊടുക്കുക, എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വരുന്നത് മുബാറക് എന്ന് പറയുന്ന ഒരു കസ്റ്റമറാണ്. മുബാറക് ആൻഡ് കോ എന്നെല്ലാം കൊടുക്കാം, ഡെപ്റ്റേഴ്സ് കൊടുക്കുക. മുബാറക്കിൻ്റെ അമൗണ്ട് നമുക്ക് വരുന്നത് 35,000 ആണ്. 35,000 കൊടുക്കുക, ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനിയുള്ളത് സ്റ്റോക്കാണ്. ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, സ്റ്റോക്കിൻ്റെ അമൗണ്ട് ഇവിടെ ഡിഫറൻസ് ആയിട്ട് കാണിക്കും, 28,600 എന്നുള്ളത്. അപ്പോൾ അത് നമുക്കിവിടെ വരണം. അത് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഐറ്റം ക്രിയേഷനിൽ കിടക്കുക. അപ്പോൾ ഇനി നമ്മൾ ഐറ്റം ക്രിയേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എസ്കേപ്പ് കൊടുക്കുക. നമുക്കറിയാം ഇൻവെൻട്രി ഇൻഫോയിലേക്ക് പോവുക. ഇതൊക്കെ കഴിഞ്ഞ സമ്മിൽ ഞാൻ അതിന് മുമ്പത്തെ സമ്മിലൊക്കെ കുറേ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ട് ഞാനിത് കൂടുതൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം സ്റ്റോക്ക് ഗ്രൂപ്പാണ്. സ്റ്റോക്ക് ഗ്രൂപ്പ് ക്വസ്റ്റ്യനിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് കാറ്റഗറി ചെയ്യണം. സ്റ്റോക്ക് കാറ്റഗറി എന്നുള്ളത് നമുക്ക് ചെയ്യേണ്ടതുണ്ട്, പക്ഷേ ഇവിടെ അത് കാണാത്തതുകൊണ്ട് അതിൻ്റെ ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി F11 ഫീച്ചേഴ്സ് പോവുക, ഇൻവെൻട്രി ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുക, നമ്മളെ കമ്പനി സെലക്ട് ചെയ്യുക. അതിനുശേഷം മെയിൻറ്റെയിൻ സ്റ്റോക്ക് കാറ്റഗറീസ് എന്നുള്ളതിന് S കൊടുക്കുക. ബാക്കി നമുക്ക് നിങ്ങളിത് മാത്രം ചെയ്താൽ മതി. ഞാൻ നോ കൊടുക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ നോക്കണ്ട, കാരണം പുതുതായി ചെയ്യുന്ന സമയത്ത് അതൊക്കെ നോയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്റ്റോക്ക് കാറ്റഗറി വന്നു. അപ്പോൾ ഇനി സ്റ്റോക്ക് കാറ്റഗറി ചെയ്യാം. സ്റ്റോക്ക് കാറ്റഗറിയിൽ പോയിട്ട് ക്രിയേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. കാറ്റഗറീസ് ഇവിടെ നമുക്ക് ഒരു 6 തരം കാറ്റഗറീസ് ഉണ്ട്. ടീ ഡസ്റ്റ് ഉണ്ട്, സ്യൂട്ടിംഗ് ഉണ്ട്, സൽവാർ ഉണ്ട്, അംബർല ഉണ്ട്, നെയിൽ പോളിഷ് ഉണ്ട്, കുക്കറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം. ആദ്യം ടീ ഡസ്റ്റ്, പിന്നെ ഷൂട്ടിംഗ്, നെക്സ്റ്റ് വന്നിട്ട് സൽവാർ, നെക്സ്റ്റ് വന്നിട്ട് അംബർല, നെക്സ്റ്റ് നെയിൽ പോളിഷ്, കുക്കർ, ഇനി നമ്മൾ ചെയ്യേണ്ടത് യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതിനുവേണ്ടി എസ്കേപ്പ് കൊടുക്കുക. യൂണിറ്റ്സ് ഇതിലും നമ്മൾ സെയിം നമ്പേഴ്സ് എന്നുള്ള യൂണിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ എന്നുള്ളിടത്ത് നോസ് എന്ന് കൊടുക്കുക, ഫോർമൽ നെയിം എന്നുള്ളിടത്ത് നമ്പേഴ്സ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. എല്ലാം സെയിം യൂണിറ്റ് ആയതുകൊണ്ട് എസ്കേപ്പ് കൊടുക്കുക. നെക്സ്റ്റ് വന്ന് സ്റ്റോക്ക് ഐറ്റം ക്രിയേഷനിലേക്ക് പോവാം. അപ്പോൾ ഐറ്റം നമുക്ക് ആദ്യം വരുന്ന AVT ആണ്, പിന്നെ റേമൺസ്, വി സ്റ്റാർ, സൂര്യമാർക്ക്, ലാക്മി, പ്രസ്റ്റീജ്. അപ്പോൾ ആദ്യം നമുക്ക് AVT കൊടുക്കുക. അണ്ടർ വന്ന് ടീ ഡസ്റ്റ് ആണ്.
സോറി, അണ്ടർ നമുക്ക് വരുന്നില്ല, കാറ്റഗറിയാണ്. കാറ്റഗറി നമുക്ക് ടി ഡസ്റ്റ് ആണ് അതവിടെ കൊടുക്കുക. നമ്പേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്നുള്ളിടത്ത് പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കൊടുക്കുക. 50 and 75 ഇതാണ് അതിൻ്റെ പർച്ചേസ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ്. പിന്നെ അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. കഴിഞ്ഞ സമ്മിൽ നമ്മൾ പഠിച്ചത് ഓപ്പണിംഗ് സ്റ്റോക്ക് 4 ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആൾറെഡി ഉള്ള അവൈലബിൾ ആയിട്ടുള്ളത് 4 നോസ് ആണ്. അപ്പോൾ ആ 4 നോസ് അവിടെ കൊടുക്കുക. അതിൻ്റെ പർച്ചേസ് പ്രൈസ് കൊടുക്കുക. അതിൻ്റെ പർച്ചേസ് പ്രൈസ് നമുക്ക് 50 റുപ്പീസാണ്. അപ്പോൾ 50 റുപ്പീസ് അവിടെ കൊടുക്കുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് 200 നമുക്ക് അമൗണ്ട് അവിടെ വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് റേമൻസ് ആണ്. റേമൻസ് നമുക്ക് സ്യൂട്ടിങ് എന്നുള്ളതിൽ കൊടുക്കാം. നോസ് ഇവിടെ എസ്. പിന്നെ അതിൻ്റെ പർച്ചേസ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് 2000 and 2500. ഇനി അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് വരുന്നത്. 5 നോസാണ് അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്. അപ്പോൾ അതിൻ്റെ പർച്ചേസ് പ്രൈസ് 2000, ടോട്ടൽ 10,000. നെക്സ്റ്റ് നമുക്ക് വി സ്റ്റാർ ആണ് വരുന്നത്. വി സ്റ്റാർ സൽവാർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. സൽവാർ എന്നുള്ളതിൽ കൊടുക്കുക. നമ്പേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൻ്റെ പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കൊടുക്കുക. 1200 and 1500. ഇനി അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് 8 നോസാണ് അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത്. 1200 ആണ് അതിൻ്റെ പർച്ചേസ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് സൂര്യ മാർക്ക്. അംബർല, $250. 10 നോസ് അതിൻ്റെ പർച്ചേസ് പ്രൈസ്, സോറി 10 നോസ് അതിൻ്റെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി, അതിൻ്റെ പർച്ചേസ് പ്രൈസ് 200. നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ലാക്മി. നമുക്കതിൻ്റെ പർച്ചേസ് പ്രൈസ് വരുന്നത് 80 ആൻഡ് സെല്ലിംഗ് പ്രൈസ് വന്നിട്ട് 90. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി വരുന്നത് 10 നോസ് തന്നെ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് പ്രസ്റ്റീജ്. പ്രസ്റ്റീജ് നമുക്ക് കുക്കറിൻ്റെയൊക്കെ സ്പെല്ലിങ് മിസ്റ്റേക്കാണ്, ശ്രദ്ധിക്കുക. ഇവിടെ എസ് കൊടുക്കുക. അതിൽ നമുക്ക് പർച്ചേസ് പ്രൈസ് വന്നിട്ട് 500 + 600 സെല്ലിംഗ് പ്രൈസ് കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത് 12 നോസാണ്. 12 നോസ് അവിടെ കൊടുക്കുക. പർച്ചേസ് പ്രൈസ് വന്നിട്ട് 500 കൊടുക്കുക. എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ 28,600 നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എസ്കേപ്പ് കൊടുക്കുക. അക്കൗണ്ടിങ് ഇൻഫോ പോവുക, ലെഡ്ജർ പോയി ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് വൗച്ചറിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് വൗച്ചറിലേക്ക് പോവുക. അക്കൗണ്ടിങ് വൗച്ചർ ചൂസ് ചെയ്യുക. ഫസ്റ്റ് തന്നുള്ള ക്വസ്റ്റ്യൻ പർച്ചേസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പർച്ചേസ് കൃപ ട്രേഡേഴ്സിൻ്റെ അടുത്താണ് പർച്ചേസ് ചെയ്യുന്നത്. AVT ഒരു 1100, അതുപോലെ സൂര്യ മാർക്ക് ഒരു 200. പർച്ചേസ് വൗച്ചർ എടുത്തു. ഇതിലും ബിൽ നമ്പർ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒരു ഡിഫോൾട്ട് ബിൽ നമ്പർ കൊടുക്കുക. പാർട്ടീസ് അക്കൗണ്ട് നെയിം വന്നിട്ട് കൃപ ട്രേഡേഴ്സ്. ഇവിടെ പർച്ചേസ് ഇല്ല, പാർട്ടീസ് യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക പർച്ചേസ് എന്നുള്ളത്. പർച്ചേസിൻ്റെ അണ്ടർ പർച്ചേസ് അക്കൗണ്ട്, നെയിം ഓഫ് ഐറ്റം, AVT. ഇവിടെ നമുക്ക് അഡീഷണൽ ഒരു ഓപ്ഷൻ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. നമുക്കത് ആവശ്യമില്ലാത്തൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് നോ കൊടുക്കാൻ വേണ്ടിയിട്ട്
F11 F2 ഫീച്ചറിലേക്ക് പോവുക. നിങ്ങളിത് അത്ര മൈൻഡ് കൊടുക്കണ്ട, കാരണം നിങ്ങൾക്ക് ഈ ഓപ്ഷൻ അങ്ങനെ ഓൺ ആയിട്ടുണ്ടാവില്ല. ഞാൻ ഓൾറെഡി ഇങ്ങനെയുള്ള സമ്മുകൾ ചെയ്തതുകൊണ്ടാണ് അത് ഓണായി കിടക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. നേരെ AVT കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇവിടത്തേക്ക് വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി വന്നിട്ട് 1100 കൊടുക്കുക. നെക്സ്റ്റ് വന്നിട്ട് സൂര്യമാർക്കാണ്. സൂര്യമാർക്ക് നമുക്ക് 200 ആണ് വരുന്നത്. ആ 200 കൊടുക്കുക, എൻ്റർ ചെയ്യുക, ന്യൂ റെഫറൻസ് കൊടുത്ത് നമ്മൾ സേവ് ചെയ്യുക. നെക്സ്റ്റ് സെയിൽസ് ആണ്. സെയിൽസും പ്ലസ് നമ്മളെ ഈ സമ്മിലുള്ള ടോപ്പിക് സെയിൽസ് ടാക്സും കൂടെ വരുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെയിൽസ് വൗച്ചർ എടുക്കുക, ഒരു നമ്പർ കൊടുക്കുക. പാർട്ടീസ് അക്കൗണ്ട് നെയിം വന്നിട്ട് നമ്മൾ മനോജ് എന്ന് പറയുന്ന കസ്റ്റമറിനാണ് സെയിൽ ചെയ്യുന്നത്. മനോജിനെ സെലക്ട് ചെയ്യുക, കൺട്രോൾ A കൊടുക്കുക. ഇവിടെ നമ്മൾ സെയിൽസ് എന്നുള്ള ലെഡ്ജറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ കാണേണ്ടവർ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാ ലെസൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. ഓക്കെ, സോൾഡ് മനോജ് 1000 നമ്പേഴ്സ്, AVT സൂര്യമാർക്ക് 50 നമ്പേഴ്സ്. അപ്പോൾ AVT 1000 നമ്പേഴ്സ്, സൂര്യമാർക്ക് 50 നമ്പേഴ്സ്. ഈ പോർഷനിലാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മൾ ഇതിന് മുമ്പത്തെ സമ്മിൽ നമ്മൾ ചെയ്തിരുന്നു. അഡീഷണൽ എക്സ്പെൻസ് കൊടുക്കുന്ന സ്ഥലം ഇവിടെയാണ്. അതുപോലെ തന്നെ സെയിൽസ് ടാക്സ് കൊടുക്കേണ്ട സ്ഥലവും ഇവിടെ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ VAT പഠിക്കാൻ പോകുന്നുണ്ട്, VAT GST ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ Alt C യൂസ് ചെയ്തിട്ട് സെയിൽസ് ടാക്സ് എന്ന് കൊടുക്കുക. സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആദ്യ ഒരു എൻട്രിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എന്നുള്ള അണ്ടറിലാണ് നമ്മൾ സെയിൽസ് ടാക്സിനെ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ അതേഴ്സ് എന്നുള്ളത് ചൂസ് ചെയ്യുക. ഇവിടെ ടോട്ടൽ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് ആണ് സെയിൽസ് ടാക്സ് വരുന്നത് എന്നുള്ളത് അവിടെ കൊടുക്കുക. 5% ആണ് വരുന്നത്. ഇവിടെ അഡീഷണൽ ഡ്യൂട്ടി ഓൺ ടോട്ടൽ സെയിൽസ്, സർചേഞ്ച് ഓൺ ടാക്സ്, ഓൺ ബേസ്ഡ് ഓൺ ഐറ്റം റേറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൺ ടോട്ടൽ സെയിൽസ് എന്നുള്ളതിനെ സെലക്ട് ചെയ്യുക. അപ്പോഴേ നമുക്ക് ടോട്ടൽ അമൗണ്ടിന് വരുന്ന സെയിൽസ് ടാക്സ് ആയിട്ട് കാണിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് 5% അവിടെ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമുക്ക് അതിൻ്റെ അമൗണ്ട് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഈ സമ്മിലുള്ള ടോപ്പിക്, അതായത് സെയിൽസ് ടാക്സ് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡൗട്ടുള്ളവർ ഒന്ന് പ്രീവിയസ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് കൊടുക്കുക, ന്യൂ റെഫറൻസ് കൊടുക്കുക, സേവ് ചെയ്യുക. കാരണം നമ്മൾ മനോജ് എന്നുള്ള പേര് വെച്ചിട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളതിന് ന്യൂ റെഫറൻസ് കൊടുക്കുന്നത്. അടുത്ത HDFC ബാങ്ക് ചെക്ക് റിസീവ്ഡ് ഫ്രം മനോജ് 35,000 മനോജിൻ്റെ അടുത്ത് റിസീവ് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ റിസീപ്റ്റ് വൗച്ചറിൽ പോവുക, മനോജിനെ ചൂസ് ചെയ്യാം, എന്നാലേ നമുക്ക് മനോജിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ റെസിപ്റ്റ് ആയതുകൊണ്ട് എഗെയിൻസ്റ്റ് റെഫറൻസ് എന്നുള്ളതിനെ നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ മനോജിൻ്റെ ഒരു 91,875 ആയിട്ടുള്ള ഒരു ബിൽ എമൗണ്ടും ഉണ്ട്, 25,000 ഓപ്പണിംഗ് ബാലൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്ത് എമൗണ്ടാണ് മനോജ് തന്നത് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസസിലൊക്കെ നമ്മൾ ജസ്റ്റ് ടെക്നിക്കലായിട്ട് ഉപയോഗിക്കാം. ടെക്നിക്കലായിട്ട് നമ്മളെ മൈൻഡ് ഉപയോഗിക്കുക. അതായത് 35,000 മനോജ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബിൽ എമൗണ്ടിനുള്ള എമൗണ്ട് ആയിരിക്കും മനോജ് തന്നിട്ടുണ്ടാവുക. കാരണം ഇതാകെ 25,000 അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 35,000 തന്നിട്ടുണ്ടെങ്കിൽ അത് ബിൽ എമൗണ്ടാണ്. ബിൽ എമൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കണം, ഇതുവരെ നമ്മൾ അങ്ങനെ എൻ്റർ ചെയ്ത് പോകാറാണ് പതിവ്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എത്രയാണ് അവർ അമൗണ്ട് തരുന്നത് എന്ന് വെച്ചാൽ ആ അമൗണ്ട്. നമ്മൾ ടീച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കാണ്ട് പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആ ഫുൾ എമൗണ്ട് അവർ തന്നതുപോലെ ആവും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളിവിടെ എത്രയാണ് അവർ തന്നത് ആ എമൗണ്ട് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, ക്യാഷ് ആയിട്ടാണോ ചെക്കാണോ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ HDFC ബാങ്കിൻ്റെ ചെക്കായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡെബിറ്റിൽ നമ്മൾ HDFC ബാങ്കിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ക്യാഷ് പേ ടു കൃപ ട്രേഡേഴ്സ് 10,000 കൃപ ട്രേഡേഴ്സിനുള്ള പേയ്മെൻ്റ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ് പോവുക, കൃപ ട്രേഡേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ അതേ സെയിം പ്രൊസീജിയറിന്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 10,000 ആണ്. ബിൽ എമൗണ്ട് ചൂസ് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് ആണെങ്കിൽ മാക്സിമം അവിടെ മെൻഷൻ ചെയ്യും ഓപ്പണിംഗ് ബാലൻസിലേക്കുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മളവിടെ അപ്പോൾ ആ കൺഫ്യൂഷൻ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്, ക്യാഷ് കൊടുക്കുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ക്യാഷ് റിസീവ് ഫ്രം മോഹൻ 5,000 ഓപ്പണിംഗ് ബാലൻസ് അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മോഹൻ്റെ ഓപ്പണിംഗ് ബാലൻസിൽ ഒരു 5,000 കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ റിസിപ്റ്റ് എടുക്കുക,
മോഹനെ സെലക്ട് ചെയ്യുക. മോഹൻ്റെ അഗെയിൻസ്റ്റ് റെഫറൻസ് നോക്കുക. അവിടെ 30,000 മോഹൻ തരാനുണ്ട്. അതിൽ നമുക്ക് ജസ്റ്റ് 5,000 തരുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 5,000 ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യുക. ഇവിടെ നമുക്ക് ക്യാഷ് ആയിട്ടാണ് നമുക്ക് റിസീവ് ആകുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്യാഷിനെ സെലക്ട് ചെയ്യുക. എൻ്റർ കൊടുക്കുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ വന്നിട്ട് നമുക്ക് ഡെപ്രിസിയേഷൻ ചാർജസ് ആണ്. ഞാൻ ഡെപ്രിസിയേഷൻ്റെ കഴിഞ്ഞ സമ്മിൽ പറഞ്ഞിരുന്നു, ഡെപ്രിസിയേഷൻ എവിടെ വന്നാലും നമ്മളത് ജേണൽ വൗച്ചറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ജേണൽ വൗച്ചർ എടുക്കുക, ഡെപ്രിസിയേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഡെപ്രിസിയേഷൻ നമുക്കറിയാം ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് വരിക. ഒരു വലിയ എമൗണ്ട് നമ്മളവിടെ കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇവിടെ നമുക്ക് ലാൻഡിന് 10%, മെഷീനറിക്ക് 8%, ബിൽഡിങ്ങിന് 7% ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ലാൻഡിൻ്റെ എമൗണ്ട് നോക്കുക. ലാൻഡ് നമുക്ക് 10,000 ആണ്. അപ്പോൾ 10,000 10% എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1,000 റുപ്പീസ്. ഒരു 0 കട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് മിഷനറിയുടെ ആണ്. മിഷനറിയുടെ നമുക്ക് വരുന്നത് 8% ആണ്. മിഷനറി സെലക്ട് ചെയ്യുക. മിഷനറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് എത്ര വരുന്നതെന്ന് വെച്ചാൽ 30,000 ആണ്. അപ്പോൾ 30,000 7% കണ്ടുപിടിക്കണം, 8% കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്തിട്ട് Ctrl N കൊടുത്ത് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്തിട്ട് 30,000 ഇൻറ്റു 8/100 എന്നും കൊടുക്കുക, അല്ലെങ്കിൽ 8% എന്ന് കൊടുക്കുക. അപ്പോൾ 2,400. അപ്പോൾ കാൽക്കുലേറ്റർ ക്ലോസ് ചെയ്യുക, Ctrl M കൊടുത്ത് കാൽക്കുലേറ്റർ ക്ലോസ് ചെയ്യുക, 2,400 ഇവിടെ കൊടുക്കുക. അടുത്ത നെക്സ്റ്റ് വന്നിട്ട് ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് വന്നിട്ട് നമുക്ക് 7%ലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് ചൂസ് ചെയ്യുക. ബിൽഡിങ്ങിൻ്റെ 7% ഇതുപോലെ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുക. Ctrl N കൊടുക്കുക, കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുക. ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് നമുക്ക് സെയിം 30,000 തന്നെയാണ്. അപ്പോൾ 30,000 7%, ഇപ്പോൾ 2,100. അപ്പോൾ കാൽക്കുലേറ്റർ ക്ലോസ് ചെയ്ത് 2,100 നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടി 5,500 ആണ്. അത് ബാക്ക് സ്പേസ് കൊടുത്ത് നമ്മൾ മുകളിലേക്ക് പോയി ആ എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, 5,500. ഓക്കെ, എൻ്റർ ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഡെപ്രിസിയേഷൻ കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് ഓപ്ഷനാണ് ക്യാഷ് വിത്ഡ്രോ ഫ്രം HDFC ബാങ്ക് 10,000. ബാങ്ക് നമ്മൾ 10,000 വിത്ഡ്രോ ചെയ്തെന്നാണ് പറയുന്നത് HDFC ബാങ്കിൽ നിന്ന്. അപ്പോൾ HDFC ബാങ്ക് കൊടുക്കുക, 10,000 എമൗണ്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ഡെബിറ്റിൽ നമ്മൾ ക്യാഷ് കൊടുക്കുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് പറയുന്നത് പർച്ചേസ് വിശ്വ എൻസീസ്. വിശ്വ എൻസീസിൻ്റെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പർച്ചേസ് വൗച്ചർ എടുക്കുക, അവിടെ ഒരു ബിൽ നമ്പർ കൊടുക്കുക, വിശ്വ എൻസീസിനെ സെലക്ട് ചെയ്യുക, അവിടെ പർച്ചേസ് കൊടുക്കുക. ഇനി എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ വിശ്വ ഏജൻസിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. വിശ്വ ഏജൻസീസിൻ്റെ അടുത്ത് നമ്മൾ റേമൺസ് 25 നോസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റേമൺസ് സെലക്ട് ചെയ്യുക, 25 നോസ് കൊടുക്കുക. അടുത്ത് നമുക്ക് പ്രസ്റ്റീജ് കൊടുക്കുന്നുണ്ട്. പ്രസ്റ്റീജ് നമുക്ക് ഇതേപോലെ തന്നെ 200 നമ്പേഴ്സ് കൊടുക്കുക. വി സ്റ്റാർ ഒരു 100 നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ വി സ്റ്റാർ സെലക്ട് ചെയ്യുക, വി സ്റ്റാർ ഒരു 100 കൊടുക്കുക. ഓക്കെ, ഇത്രയും കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുക, ന്യൂ റെഫറൻസ് കൊടുത്ത് സേവ് ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു എൻട്രി വിട്ടുപോയി. പാർട്ട്നേഴ്സ് വിത്ഡ്രോ ക്യാഷ് ₹2,500 ഈച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പേയ്മെൻറ്റ് എടുക്കുക. പാർട്ട്നേഴ്സ് വിത്ഡ്രോ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഡ്രോയിങ്സ് ടു ക്യാഷിനാണ് കൊടുക്കാറ്. പക്ഷേ ഇവിടെ പാർട്ട്ണർ ആരൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, സൂരജ് ക്യാപിറ്റലും ഷാഹുൽ ക്യാപിറ്റലും. അപ്പോൾ അവരെന്ത് ചെയ്യുക, 2,500 വെച്ച് 2 പേരും എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ 2,500 എന്നുള്ളത് ഒരാൾക്ക് കൊടുക്കുക, ഇയാളെ വീണ്ടും ക്രെഡിറ്റ് എന്നുള്ള ഡെബിറ്റ് ആക്കി കൊടുത്തിട്ട് ഷാഹുൽ എന്നുള്ളത് കൊടുക്കുക, അവിടെയും 2,500 തന്നെ കൊടുക്കുക. ക്രെഡിറ്റിൽ വന്നിട്ട് ക്യാഷ് കൊടുക്കുക. അപ്പോൾ ക്യാഷ് ആയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് ക്യാഷ് ക്രെഡിറ്റിൽ കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പർച്ചേസ് റിട്ടേൺ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ മുമ്പേ ചെയ്ത ഈ പർച്ചേസിൻ്റെ റിട്ടേൺ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, വിശ്വ എൻസീസ്ക്ക് തന്നെ. അപ്പോൾ Ctrl F9 കൊടുക്കുക. ഇതിൻ്റെത് ഞാൻ പറഞ്ഞിരുന്നു, ഈ ഓപ്ഷൻ ഇങ്ങനെ വരികയാണ്. Ctrl V കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ കൊടുത്ത ബിൽ നമ്പർ കൊടുക്കുക, മാറി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പാർട്ടീസ് അക്കൗണ്ട് നെയിമിൽ നമ്മൾ വിശ്വ ഏജൻസീസിനെ സെലക്ട് ചെയ്യുക. വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ബിൽ നമ്പർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി തന്നെ ചെയ്യണം. വിശ്വ ഏജൻസീസ്
സെലക്ട് ചെയ്തു. വിശ്വ ഏജൻസീസിന് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഒന്ന് റേമൺസ് 2, പിന്നെ പ്രസ്റ്റീജ് 5. അപ്പോൾ റേമൺസ് സെലക്ട് ചെയ്യുക, 2 നോസ് കൊടുക്കുക. പ്രസ്റ്റീജ് സെലക്ട് ചെയ്യുക, 5 നോസ് കൊടുക്കുക. എഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുക. കാരണം റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ആ പർച്ചേസ് ചെയ്ത ബില്ലിൽ നിന്ന് കുറയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്ത ബില്ല് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ 2,70,000 നിന്നാണ് 6,500 കുറയേണ്ടത്. അപ്പോൾ അതവിടെ എൻ്റർ ചെയ്തു. ഇനി നമ്മൾ മോഹന് നമ്മൾ സെയിൽ ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസ് വൗച്ചർ എടുക്കുക, ഇവിടെ ഒരു നമ്പർ കൊടുക്കുക. പാർട്ടീസ് അക്കൗണ്ട് നെയിം നമുക്ക് മോഹനാണ്. മോഹൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക, അവിടെ സെയിൽസ് എന്നുള്ളതിനെ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ മോഹന് സെയിൽ ചെയ്യുന്നത് റേമൺസ് 10, V-Star 50, പ്രസ്റ്റീജ് 100. ഇത്രയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ക്വാണ്ടിറ്റി ഒക്കെ കൊടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് വരും. ഇനി നമ്മൾ ഈ മോഹന് തന്നെ നമ്മൾ സെയിൽ ചെയ്തതിൽ അവർ കുറച്ച് ക്വാണ്ടിറ്റീസ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൺട്രോൾ F8 കൊടുത്ത് സെയിൽസ് റിട്ടേണിൽ ചെയ്യാം. പാർട്ടീസ് അക്കൗണ്ട് നെയിം മോഹനാണ്, മോഹൻ സെലക്ട് ചെയ്യുക. സെയിൽസ് റിട്ടേണും സെയിൽസ് തന്നെ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ റേമൺസ് ഇതുപോലെ 2 നോസ് കൊടുക്കുക. V-Star 5 നോസ്, പ്രസ്റ്റീജ് 10 നോസ്. ഇതിലും എഗെയിൻസ്റ്റ് റെഫറൻസ് നമുക്ക് വരും. അപ്പോൾ ആൾറെഡി ഉള്ള ബില്ല് 1,60,000 ആണ്. അതിൽ നിന്ന് നമുക്ക് 18,500 നമുക്ക് അപ്പോൾ കുറഞ്ഞു കിട്ടും. ഓക്കെ. ഇനി റിസീവ്ഡ് ഇൻവെൻറ്ററി എമൗണ്ട് ഫ്രം മോഹൻ ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് 3,000. അപ്പോൾ നമ്മൾ ഒരു ക്യാഷ് ഡിസ്കൗണ്ട് കൂടെ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത ക്യാഷ് ഡിസ്കൗണ്ട് പേഴ്സൻറ്റേജിലായിരുന്നു നമ്മൾ കണ്ടുപിടിക്കണമായിരുന്നു. ഇതിൽ അവർ തന്നെ അമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അമൗണ്ട് കൊടുത്താൽ മതി. ഇത് കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക്. ഓക്കെ. അപ്പോൾ മോഹനെ നമ്മൾ സെലക്ട് ചെയ്യുക, എഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുക. അപ്പോൾ 1,41,500 ആണ് ടോട്ടൽ മോഹൻ നമുക്ക് തരാനുള്ള അമൗണ്ട്. അതിൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് 3,000 ആണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ആൾട്ട് സി യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് അലൗഡ് എന്നുള്ളത് കൊടുക്കുക. ഡിസ്കൗണ്ട് അലൗഡ് എന്നുള്ളത് കൊടുക്കുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ്. നമുക്ക് 3,000 ആണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുക. അപ്പോൾ 3,000 അവിടെ കൊടുക്കുക. ബാലൻസ് അമൗണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് ആയിട്ട് നമുക്ക് അവിടെ വന്നോളും. നെക്സ്റ്റ് വിശ്വ ഏജൻസീസിന് ഒരു 10,000 നമ്മൾ പേ ചെയ്യും. അപ്പോൾ പേയ്മെൻ്റ് ആണ്. അപ്പോൾ വിശ്വ ഏജൻസീസിനെ സെലക്ട് ചെയ്യുക, അവിടെ നമ്മൾ അഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുക, ഇവിടെ ബിൽ എമൗണ്ട് സെലക്ട് ചെയ്യുക, അവിടെ നമ്മൾ 10,000 കൊടുക്കുക. കാരണം ഓപ്പണിംഗ് ബാലൻസ് ഒന്ന് മെൻഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടുള്ളൂ. പക്ഷെ വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ എന്ത് എമൗണ്ടാണ് കൊടുത്തതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഫേസ് ചെയ്യല്ല, ഡയറക്റ്റായിട്ട് കാണില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യുമ്പോൾ. നമ്മൾ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ വരുള്ളൂ. വർക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഈസി ആവുക. ഓക്കെ. സാലറി പെയ്ഡ് ബൈ കനറ ബാങ്ക് ചെക്കാണ്. കനറ ബാങ്ക് ചെക്ക് കൊടുത്തിട്ട് കനറ ബാങ്ക് ചെക്ക് കൊണ്ട് സാലറി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് എടുക്കുക. സാലറി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സാലറി എന്നുള്ളതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. സാലറി 5,000 ചെക്കാണ്. അപ്പോൾ 5,000 കൊടുക്കുക. കനറ ബാങ്കിന് സെലക്ട് ചെയ്യുക, അത് സേവ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ഒരു ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ടായിരുന്നു, വോയിസ് സാലറി. അപ്പോൾ അത് തന്നെ സെലക്ട് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് കാണുമ്പോൾ നിങ്ങളതിന് വേറെ ടൈപ്പ് ചെയ്യാൻ നിൽക്കരുത്. എപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം അത് പ്രീവിയസ് ഇയേഴ്സത്തെ ട്രാൻസാക്ഷൻ ആയിരിക്കും. പ്രീവിയസ് ഇയേഴ്സിൽ പെൻഡിങ് ഉള്ള എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അതൊരിക്കലും കറണ്ട് ഇയറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ പാടില്ല. ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കണ്ടില്ല, അപ്പോൾ 4,000 ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ കൊടുക്കാനുള്ള 4,000 കൊടുക്കാനുണ്ട് എന്നാണ് പറയുന്നത്. അത് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 4,000 ഇവിടെ കൊടുക്കുക. ക്രെഡിറ്റിൽ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുക. നമ്മൾ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് വന്ന് നമുക്ക് റിസീവ്ഡ് കമ്മീഷൻ ഒരു 5,000 നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ റെസിപ്റ്റ് എടുക്കുക. അവിടെ നമ്മൾ ഇതേപോലെ കമ്മീഷനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക.
5000 നമ്മൾ ഇവിടെയും കൊടുക്കുക. ഇതേപോലെ ഡെബിറ്റിൽ ക്യാഷ് കൊടുക്കുക, സേവ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി എസ്കേപ്പ് കൊടുത്ത് ബാലൻസ് ഷീറ്റ് പോവുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എത്രയെന്ന് കാണിക്കും. 45,500 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആദ്യമായിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണ് 45,500, കറക്റ്റാണ്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ബാലൻസ് ഷീറ്റ് പോവാം. ബാലൻസ് ഷീറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബാലൻസ് ഷീറ്റ് എമൗണ്ട് 6,50,375. അപ്പോൾ നമ്മൾ ചെയ്ത ഇതുവരെ ഉള്ളത് കറക്റ്റാണ്. ഇന്നത്തെ സമ്മ് കുറച്ച് സ്പീഡായിട്ടാണ് പോയത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സമ്മിൻ്റെ ക്വസ്റ്റ്യൻ PDF ആയിട്ടും വേർഡ് ഫയലായിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് അതിൽ ക്ലിയർ ചെയ്യാം. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ.